സംസ്ഥാന പോലീസ് മേധാവിയായി ലോക്നാഥ് ബെഹ്റ സ്ഥാനമേറ്റു. ടി.പി. സെൻകുമാർ സ്ഥാനമൊഴിയുന്ന സാഹചര്യത്തിലാണ് ബെഹ്റ DGP-ആയി സ്ഥാനമേൽക്കുന്നത്. വിവരങ്ങളുമായി ഷീജ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. ഷീജ, ഒരിക്കൽ കൂടി അദ്ദേഹം DGP സ്ഥാനത്തേക്ക് എത്തിയപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്? ഒപ്പം വിരമിച്ച സെൻകുമാറും. അജിംഷാദ് 4:30 പോലീസ് ആസ്ഥാനത്ത് DGP ലോക്നാഥ് ബെഹ്റ എത്തിയ അദ്ദേഹം ആദ്യം തന്നെ മണ്ഡപത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. അതിനുശേഷം അദ്ദേഹം ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ച ശേഷമാണ് നിലവിൽ വിരമിച്ച DGP ടി.പി. സെൻകുമാറിൽ നിന്നും ദണ്ഡ് സ്വീകരിച്ച് അദ്ദേഹം അധികാരത്തിൽ വന്നത്. തുടർന്ന് അദ്ദേഹം അധികാരത്തിലേറിയ ശേഷം മാധ്യമപ്രവർത്തകരെ അദ്ദേഹത്തിന്റെ തുടർ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു. ഇതിൽ പ്രധാനമായും നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഇതിൽ നിഷ്പക്ഷവും ശാസ്ത്രീയവുമായുള്ള രീതിയിലുള്ള അന്വേഷണം തന്നെ പുരോഗമിക്കുന്നതായിരിക്കും. ദിലീപിന്റെ പരാതി സംബന്ധിച്ചുള്ള കാര്യം അതിലും അന്വേഷണം നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിൽ ആവശ്യമെങ്കിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ ആവശ്യമാണെങ്കിൽ അത്തരത്തിൽ മികച്ച ഉദ്യോഗസ്ഥരെ ഇനിയും ആ സംഘത്തിലേക്ക് നൽകുന്നതായിരിക്കും. ഏതായാലും നിലവിലെ അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം വളരെ നല്ല രീതിയിൽ പുരോഗമിക്കുകയാണ്. ഇതിന്റെ അന്വേഷണ പുരോഗതി എത്രയും വേഗം താൻ അധികാരത്തിൽ ഇപ്പോൾ കയറിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ കേസിന്റെ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കുന്നതായിരിക്കുമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. സർക്കാർ തന്നെ ഏൽപ്പിച്ച ജോലി അത് പ്രധാനമായും അദ്ദേഹം നിലവിലിപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിയായി ചുമതലയേറ്റിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് വിജിലൻസിന്റെ ചുമതല കൂടിയുണ്ട്. പ്രത്യേകിച്ചും ടി.പി. സെൻകുമാർ കോടതിയുടെ വിധി പ്രകാരം സംസ്ഥാനത്ത് DGP-ആയി സ്ഥാനമേൽക്കാൻ വരുന്ന സാഹചര്യത്തിൽ ലോക്നാഥ് ബെഹ്റയെ അദ്ദേഹത്തെ വിജിലൻസ് ആസ്ഥാനത്തേക്ക് വിജിലൻസ് ഡയറക്ടറായി നിയമിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ടി.പി. സെൻകുമാർ വിരമിച്ച സാഹചര്യത്തിലാണ് ഏതായാലും ബെഹ്റ തിരിച്ച് വീണ്ടും സംസ്ഥാന പോലീസ് മേധാവിയായി സ്ഥാനമേറ്റിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വിജിലൻസിന്റെ ചുമതലയും നിലവിൽ ഉണ്ട്. ഏതായാലും സർക്കാർ ഏൽപ്പിച്ച ഈ 2 ചുമതലയും താൻ പ്രൊഫഷണലായി തന്നെ കൃത്യമായി അത് ചെയ്യും എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഏതായാലും ഒരു തരത്തിലുള്ള അഴിമതിയും വെച്ചു പൊറിപ്പിക്കില്ല. അതിന് വ്യക്തമായ മാനുവൽ പരിഷ്കരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്രിമിനൽ വൽക്കരണവുമായി ബന്ധപ്പെട്ട് പോലീസിലെ ക്രിമിനൽ വൽക്കരണവുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച് ഏത് ഉദ്യോഗസ്ഥനാണോ ആ ഉദ്യോഗസ്ഥനെതിരെ അന്വേഷണം നടത്തി അദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യുക, അത്തരത്തിലുള്ളൊരു നിലപാട് തന്നെയാണ് സ്വീകരിക്കുകയെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ശരി ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. ലോക്നാഥ് ബെഹ്റ വീണ്ടും DGP-ആയി ചുമതലയേറ്റു. പോലീസിൽ ക്രിമിനലുകൾ കൂടുന്നുവെന്ന് ടി.പി. സെൻകുമാർ. ക്രിമിനലുകൾ ഉന്നത ഉദ്യോഗസ്ഥർ വരെ ഉൾപ്പെടുമെന്ന് സെൻകുമാർ. മുഖ്യമന്ത്രിയുമായി പ്രശ്നങ്ങളില്ലെന്നും ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ചിലർ ശ്രമിച്ചിരുന്നുവെന്നും സെൻകുമാർ പറഞ്ഞു. DGP-ആയി തിരിച്ചെത്തിയ ശേഷവും മുഖ്യമന്ത്രിയുടെ പിന്തുണ ലഭിച്ചിരുന്നു എന്നും സെൻകുമാർ പറഞ്ഞു. ഞാൻ രണ്ടാമത് ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിനു മുമ്പുണ്ടായിരുന്ന എനിക്ക് ജോലി ചെയ്യാനുണ്ടായിരുന്ന മുഖ്യമന്ത്രിമാരെ പോലെ തന്നെ ഏറ്റവും നല്ല സമീപനമാണ് എന്നോടുണ്ടായത്. ചില മാധ്യമങ്ങളിൽ എനിക്ക് അതിശയകരമാണെന്ന് പറയുന്ന വിധത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സെൻകുമാർ പങ്കെടുക്കുന്നതുകൊണ്ട് പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുക്കുന്നില്ല എന്നുവരെ പബ്ലിഷ് ചെയ്ത പത്രങ്ങളുണ്ട്. അവർക്ക് എവിടെ നിന്നാണ് ഈ വാർത്ത കിട്ടിയെന്ന് അവരൊന്ന് വിശദമാക്കുന്നത് നല്ലതാണ്. അത് വാർത്ത വന്നത് ഞാനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും വയനാട്ട് DPOയുടെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്ന ദിവസമാണ്. എല്ലാവരോടും പറയുന്നത് പോലെ വളരെ തുറന്നു തന്നെ അദ്ദേഹത്തിനോട് പറയുകയും അദ്ദേഹം അത് വളരെ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ശരിയാണ്, ക്രിമിനൽ സ്വഭാവമുള്ള ചില ഉദ്യോഗസ്ഥർ അതിനിടയിൽ ചില പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പൾസർ സുനിയെ കീഴടങ്ങാൻ സഹായിക്കണമെന്നാവശ്യപ്പെട്ട് സുനിയുടെ സുഹൃത്തുക്കൾ തന്നെ വന്ന് കണ്ടിരുന്നുവെന്ന് സരിത നായരുടെ മുൻ അഭിഭാഷകൻ ഫെനി ബാലകൃഷ്ണൻ. ഇക്കാര്യം താൻ ദിലീപിനോട് പറഞ്ഞിരുന്നു. സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്ന് ദിലീപ് തന്നോട് പറഞ്ഞതായും ഫെനി വെളിപ്പെടുത്തി. അതേസമയം ജയിലിൽ വെച്ച് മൊബൈൽ ഫോൺ ഉപയോഗിച്ചതിന് പൾസർ സുനി ഉൾപ്പെടെ 7 തടവുകാർക്കെതിരെ കേസെടുത്തു. പൾസർ സുനിയെ അറസ്റ്റ് ചെയ്യുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് സുനിയുടെ സുഹൃത്തുക്കൾ തന്നെ കാണാൻ വന്നതെന്ന് ഫെനി ബാലകൃഷ്ണൻ പറഞ്ഞു. മനോജ്, രാജേഷ് എന്നീ 2 സുഹൃത്തുക്കളാണ് സുനിക്ക് കീഴടങ്ങാൻ സഹായം ചെയ്യണമെന്നാവശ്യപ്പെട്ട് തന്നെ സമീപിച്ചത്. മാവേലിക്കര കോടതിയിൽ കീഴടങ്ങാൻ അവസരമൊരുക്കാമെന്ന് താൻ അവരെ അറിയിച്ചു. മാഡത്തിനോട് ചോദിച്ച ശേഷം തീരുമാനം അറിയിക്കാമെന്ന് അവർ പറഞ്ഞതായും ഫെനി പറഞ്ഞു. എന്നാൽ പിന്നീട് താൻ കാണുന്നത് സുനിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. ഇക്കാര്യം താൻ ദിലീപിനോട് പറഞ്ഞിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടക്കുന്നുണ്ടെന്ന് ദിലീപ് തന്നോട് പറഞ്ഞതായും ഫെനി വെളിപ്പെടുത്തി. ദിലീപിനെ ചോദ്യം ചെയ്യവേ ഫെനി വിളിച്ച കാര്യം പോലീസിനോട് പറഞ്ഞതായാണ് വിവരം. ഈ സാഹചര്യത്തിൽ അന്വേഷണ സംഘം ഫെനിയിൽ നിന്ന് മൊഴിയെടുത്തേക്കും. അതേസമയം ജയിലിൽ വെച്ച് മൊബൈൽ ഫോൺ ഉപയോഗിച്ചതിന് പൾസർ സുനിക്കും സഹതടവുകാരായ 6 പേർക്കെതിരെയും പോലീസ് കേസെടുത്തു. ജില്ലാ ജയിൽ സൂപ്രണ്ടിന്റെ നിർദ്ദേശപ്രകാരം ഇൻഫോ പാർക്ക് പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.
അതേസമയം പൾസർ സുനിയുടെ സഹതടവുകാരനായ ജിൻസൺ രഹസ്യമൊഴി നൽകി. വിവരങ്ങളുമായി ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി ഉമേഷ് ചേരുന്നു. ഉമേഷ്, ഏത് കോടതിയിലാണ് ജിൻസൺ രഹസ്യമൊഴി നൽകിയത്? അജിംഷാദ് ആലുവ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ജിൻസന്റെ രഹസ്യമൊഴി എടുത്തത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു നിർണായകമായേക്കാവുന്ന ഒരു മൊഴിയാണ് ജിൻസന്റേത്. പൾസർ സുനിയുടെ സഹതടവുകാരനായിരുന്നു ജിൻസൺ. ഇവർ ഒരുമിച്ച് ഒരേ കാലയളവിൽ കാക്കനാട് ജയിലിൽ കഴിഞ്ഞിരുന്ന സമയത്ത് ഈ നടിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട ചില പ്രധാന കാര്യങ്ങൾ, വെളിപ്പെടുത്തലുകൾ പൾസർ സുനി ഈ ജിൻസനോട് പറഞ്ഞിരുന്നു എന്നുള്ളതാണ് നേരത്തെ അറിഞ്ഞിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇക്കാര്യം ജയിൽ സൂപ്രണ്ട് നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ജയിൽ സൂപ്രണ്ട് ഇക്കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥരെ, ഈ നടിയെ ആക്രമിച്ച കേസ് അന്വേഷിക്കുന്ന സംഘത്തെ ഇത്തരത്തിൽ പൾസർ സുനി വെളിപ്പെടുത്തിയ കാര്യം അവരെ അറിയിക്കുകയും അന്വേഷണ സംഘം ജിൻസന്റെ പ്രാഥമികമായി മൊഴിയെടുക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രഹസ്യമൊഴി, വീണ്ടും ഒരിക്കൽ കൂടി ഈ മൊഴി മാറ്റി പറയാതിരിക്കാനായി രഹസ്യമൊഴി എടുത്തിരിക്കുന്നത്. അത് ആലുവ മജിസ്ട്രേറ്റ് കോടതിയിലാണ് 164 പ്രകാരം മൊഴി എടുത്തിരിക്കുന്നത്. പൾസർ സുനി തന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ജിൻസൺ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അതെന്തെല്ലാമാണ് എന്നുള്ള കാര്യം വെളിപ്പെടുത്താൻ ജിൻസൺ തയ്യാറായിട്ടില്ല. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരുന്ന വാർത്ത, ഈ നടിയെ ആക്രമിച്ചതിന് പിന്നിൽ കൊട്ടേഷൻ ഉണ്ട്, തനിക്ക് കൊട്ടേഷൻ തന്നതാണ്, അതാരാണ് എന്നത് സംബന്ധിച്ച് എല്ലാം തന്നെ പൾസർ സുനി ജിൻസനോട് പറഞ്ഞിരുന്നു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ വാർത്ത പുറത്തു വന്നിരുന്നത്. ഒരു പക്ഷേ അക്കാര്യങ്ങൾ തന്നെ ജിൻസൺ ഇന്ന് കോടതിയോട് പറഞ്ഞിട്ടുണ്ടാകണം എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പ്രധാന ഒരു നടപടിക്രമമാണ് പോലീസ് ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. ജിൻസന്റെ രഹസ്യമൊഴി ആലുവ കോടതിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതായത് ഉമേഷ്, ഈ ജിൻസൺ പൾസർ സുനിയിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില വെളിപ്പെടുത്തലുകൾ നടത്തുകയും അതുമായി ബന്ധപ്പെട്ട് പോലീസ് ജിൻസനെ വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തു. അതിൽ നിന്ന് വിരുദ്ധമായ ഒരു കാര്യം രഹസ്യമൊഴിയിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. എന്താണ് പോലീസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്ന സൂചനകൾ? പോലീസിനോട് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഉറപ്പിക്കുക, അല്ലെങ്കിൽ ഈ മൊഴി മാറ്റാതിരിക്കാൻ വേണ്ടിയാണ് ജിൻസനോട് രഹസ്യമൊഴി കൊടുക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ അന്വേഷണവുമായി ജിൻസൺ സഹകരിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ജിൻസനോട് നിർദ്ദേശിച്ച സമയത്ത് തന്നെയാണ് ജിൻസൺ ആലുവ കോടതിയിൽ എത്തി. ഇന്ന് ഉച്ചയ്ക്ക് 2:30 മണി മുതൽ രഹസ്യമൊഴി നൽകാൻ തുടങ്ങിയത്. ഏകദേശം 2 മണിക്കൂറോളം ഈ മൊഴിയെടുക്കൽ നീണ്ടു. എന്തായാലും പൾസർ സുനി പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ജിൻസൺ തന്നെ നേരിട്ട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മൊഴിയിൽ മാറ്റം വന്നിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്. ശരി ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. ഒരുപക്ഷെ കേസിനെ നിർണായകമായി സഹായിക്കാവുന്ന ഗൂഢാലോചന കേസ്, അതായത് നടിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന കേസിനെ നിർണായകമായി സഹായിക്കാൻ ഉതകുന്ന ചില കാര്യങ്ങളാകാം ഒരുപക്ഷെ ജിൻസണിൽ നിന്നുണ്ടായത് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ആ ഘട്ടത്തിലാണ് ജിൻസൺ, അതായത് പൾസർ സുനിയുടെ സഹതടവുകാരനായ ജിൻസൺ രഹസ്യമൊഴി നൽകിയിരിക്കുന്നത്. ആലുവ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ജിൻസന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയത്. വിവരങ്ങളാണ് ഉമേഷ് നൽകിയത്. നടി ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങൾ സിനിമയിലെ ഉള്ളുകള്ളികൾ പുറത്തു കൊണ്ടുവരുന്നതാണെന്ന് മന്ത്രി ജി സുധാകരൻ. അന്വേഷണം പുരോഗമിക്കുകയാണെന്നും കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുമെന്നും സുധാകരൻ പറഞ്ഞു. സിനിമാ ലോകത്തിനകത്ത് കിടക്കുന്ന ഉള്ളുകള്ളികൾ ചിലതൊക്കെ ഇപ്പോൾ മനസ്സിലായല്ലോ. അതിനെപ്പറ്റി വിശദമായി നിങ്ങൾ റിപ്പോർട്ട് തയ്യാറാക്കി എഴുത്. എന്താ നടക്കുന്നത് അതിനകത്ത് എന്താ നടക്കുന്നതെന്ന് എഴുതാൻ ഇതിനേക്കാൾ ഭീകരമായ സംഭവം വെളിയിൽ വരും. അത്രയും എനിക്ക് പറയാനുള്ളൂ. അതിനൊക്കെ സംരക്ഷിച്ചവരൊക്കെ തന്നെയാണ് ഈ പറയുന്ന പല മാന്യന്മാരും. ഏതാനകത്തുള്ള നല്ല അന്വേഷണം നടക്കും, അതിനെപ്പറ്റി സംശയമൊന്നുമില്ല. താരസംഘടനയിലെ പുരുഷാധിപത്യത്തെ ചോദ്യം ചെയ്യുന്നത് ശ്ലാഘനീയമാണെന്ന് MA ബേബിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകൾ ചേർന്നുള്ള കൂട്ടായ്മ വുമൺ ഇൻ സിനിമ കളക്റ്റീവ് എന്ന ആശയം വിപ്ലവകരമാണ്. താരങ്ങളുടെ സംഘടനയിലെ പുരുഷ മേധാവിത്വത്തെയാണ് ഇവർ വെല്ലുവിളിക്കുന്നത്. ഇന്ന് സിനിമയിലേക്ക് വന്നിട്ടുള്ള പെൺകുട്ടികൾ തങ്ങളുടെ വ്യക്തിത്വം സ്ഥാപിച്ചെടുക്കുന്നതിൽ ആർക്കും പിന്നിലല്ല. അവരെ പണ്ടെപ്പോലെ കീഴടക്കി വയ്ക്കാമെന്നാരും കരുതേണ്ടെന്നും MA ബേബിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിലെ ഗൂഢാലോചന സംബന്ധിച്ച അന്വേഷണം ഊർജിതമാക്കാൻ പോലീസ് തീരുമാനിച്ചു. ദിലീപ്, നാദിർ ഷാ എന്നിവരിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കേസിൽ പ്രതികളെ വീണ്ടും ചോദ്യം ചെയ്തേക്കും. അതേസമയം ഇരുവരുടെയും മൊഴി പോലീസ് വിശദമായി പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യും. ദിലീപിനെയും നാദിർ ഷയെയും ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഗൂഢാലോചന സംബന്ധിച്ച അന്വേഷണം ഊർജിതമാക്കാൻ പോലീസിന്റെ തീരുമാനം. ഇരുവരുടെയും മൊഴി അന്വേഷണ സംഘം വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കും. ആവശ്യമെങ്കിൽ ചോദ്യം ചെയ്യാനായി ദിലീപിനെ വീണ്ടും വിളിച്ചുവരുത്തുമെന്ന് ആലുവ റൂറൽ SP AV ജോർജ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. തുടരന്വേഷണത്തിൽ പോലീസ് ശേഖരിച്ച ശാസ്ത്രീയ തെളിവുകളും രേഖകളുമായി ദിലീപിന്റെയും നാദിർ ഷയുടെയും മൊഴികൾ പൊരുത്തപ്പെടുന്നുണ്ടോ എന്നാണ് പോലീസ് പ്രാഥമികമായി പരിശോധിക്കുക.
ഇവയിൽ വൈരുദ്ധ്യമുണ്ടെങ്കിലാവും ഇരുവരെയും വീണ്ടും വിളിച്ചു വരുത്തുക. ആവശ്യമെങ്കിൽ ജയിലിലെത്തി പൾസർ സുനിയെ വീണ്ടും ചോദ്യം ചെയ്യും. സുനി ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടാൻ ശ്രമിച്ചെന്ന പരാതിയും പോലീസ് ഇതോടൊപ്പം അന്വേഷിക്കുന്നുണ്ട്. സുനിക്ക് ജയിലിൽ ലഭിച്ച സഹായം സംബന്ധിച്ചും അന്വേഷണം തുടരും. നാദിർ ഷായെ വിളിച്ച വിഷ്ണുവിന്റെ ബന്ധങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നടൻ മുകേഷിനോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് CPIM. ഇത് സംബന്ധിച്ച ചില മാധ്യമങ്ങളിൽ വന്ന വാർത്ത അവാസ്തവമാണ്. കൊല്ലം ജില്ലാ സെക്രട്ടറി KN ബാലഗോപാലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. നടിയെ പീഡിപ്പിച്ച കേസ് CBIക്ക് വിടണമെന്ന് PT തോമസ് MLA. അമ്മ സംഘടനയിലെ അംഗങ്ങളായ ഇടതു ജനപ്രതിനിധികളുടെ അഭിപ്രായമാണോ മുഖ്യമന്ത്രിക്കും CPIMനും ഉള്ളതെന്ന് വ്യക്തമാക്കണമെന്നും PT തോമസ് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഈ അന്വേഷണം ശക്തമായി CBI പോലുള്ളൊരു സ്വതന്ത്ര ഏജൻസിയെ ഏൽപ്പിക്കണം. ഇനി കേരള പോലീസിൻ്റെ അന്വേഷണം തന്നെയാണ് CBI അന്വേഷണത്തിന് ശേഷം തെളിയിക്കപ്പെടുന്നതെങ്കിൽ അത് കേരള പോലീസിന് ഒട്ടും മോശം വരുത്തുന്നില്ല. കേരള പോലീസിൻ്റെ അന്വേഷണം തന്നെ CBI ശരിവെച്ചു എന്ന് വന്നാൽ കേരള പോലീസിൻ്റെ തൊപ്പിയിൽ അതൊരു പൊൻതൂവലാണ്. തോട്ടം തൊഴിലാളികൾക്ക് നേരെ തോക്കു ചൂണ്ടിയ സംഭവത്തിൽ PC ജോർജ് MLAക്കെതിരെ കൊലപാതക ശ്രമത്തിന് കേസെടുത്തു. തൊഴിലാളികൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. മുണ്ടക്കയം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ 3 വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. മുണ്ടക്കയം വെള്ളനടിയിലെ എസ്റ്റേറ്റ് തൊഴിലാളികൾക്ക് നേരെ തോക്കു ചൂണ്ടിയ സംഭവത്തിലാണ് PC ജോർജ് MLAക്കെതിരെ 308 വകുപ്പ് പ്രകാരം കൊലപാതക ശ്രമത്തിന് പോലീസ് കേസെടുത്തത്. അസഭ്യം പറഞ്ഞതിനും അവഹേളിച്ചതിനും 294B, ഭീഷണിപ്പെടുത്തിയെന്ന് ചൂണ്ടിക്കാണിച്ച് 508 എന്നീ വകുപ്പുകളും പോലീസ് ചുമത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് എസ്റ്റേറ്റ് കയ്യേറ്റം തടയാനെത്തിയ തൊഴിലാളികൾക്ക് നേരെ ജോർജ് തോക്കു ചൂണ്ടിയത്. സംഭവം നടന്നയുടൻ തൊഴിലാളികൾ മുണ്ടക്കയം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് പോലീസ് തൊഴിലാളികളുടെ മൊഴിയെടുത്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജോർജിനെതിരെ വകുപ്പുകൾ ചുമത്തിയത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. KS ശബരിനാഥൻ MLAക്കും സബ് കളക്ടർ ദിവ്യ S അയ്യർക്കും പ്രണയസാഫല്യം. രാവിലെ തക്കല കുമാരകോവിലിൽ വെച്ച് ഇരുവരും വിവാഹിതരായി. അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും ചടങ്ങിൽ സംബന്ധിച്ചു. വൈകിട്ട് നാലാഞ്ചിറയിൽ വിവാഹ സൽക്കാരം നടക്കുകയാണ്. തക്കല വേളിമല കുമാരകോവിൽ മാസങ്ങളായി നീണ്ട പ്രണയസാഫല്യത്തിന് സാക്ഷിയായി. വേളിമല മുരുകന്റെ സന്നിധിയിൽ വിവാഹ ചടങ്ങ്. വരൻ മുൻ സ്പീക്കർ G കാർത്തികേയന്റെയും സുലേഖയുടെയും മകൻ MLA കൂടിയായ ശബരിനാഥൻ. വധുവാകട്ടെ തിരുവനന്തപുരം പാൽക്കുളങ്ങര സ്വദേശി ശേഷ അയ്യരുടെയും ഭഗവതി അമ്മാളുവിൻ്റെയും മകൻ സബ് കളക്ടറായ ദിവ്യ S അയ്യർ. ക്ഷേത്രത്തിൽ ആദ്യമെത്തിയ വരനെ വധുവിൻ്റെ ബന്ധുക്കൾ ചേർന്ന് സ്വീകരിച്ചു. തൊട്ടുപിന്നാലെ അണിഞ്ഞൊരുങ്ങി മുഖത്ത് നിറഞ്ഞു തൂകുന്ന ചിരിയുമായി ദിവ്യയും. പിന്നീട് ഇരുവരും അമ്പലത്തിലേക്ക്. വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ എല്ലാമായി. വരനും വധുവും വിവാഹവേഷത്തിൽ ഒരുങ്ങി നിൽക്കുന്ന സുബ്രഹ്മണ്യന്റെ മുന്നിൽ കാത്തിരുന്ന ആ ദിവ്യ മുഹൂർത്തമായി. ലളിതമായ ചടങ്ങുകൾ. അഗ്നിയെയും ചുറ്റുമുള്ള എല്ലാറ്റിനെയും സാക്ഷിയാക്കി ശബരിനാഥൻ ദിവ്യ S അയ്യരെ മഞ്ഞത്താലി ചാർത്തി വരണമാല്യമണിയിച്ചു. പിന്നെ വള്ളിമുരുക ശ്ലോകവുമായി ദിവ്യയും ശബരിയും നിറഞ്ഞ പ്രാർത്ഥനയിലായി. വധൂവരന്മാർക്ക് ആശംസകളുമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ളവരും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും. താലി ചാർത്തലിനായി മുരുകന്റെ ക്ഷേത്രം തിരഞ്ഞെടുത്തത് നേർച്ചയായതിനാലാണെന്ന് ദിവ്യ. രണ്ട് കുടുംബങ്ങൾക്കും ഇഷ്ടവും അതുപോലെ തന്നെ യോജിച്ച രീതിയിലുള്ള ഒരു തീരുമാനം കുമാരകോവിലാണ് എത്തിയത്. കുമാരകോവിലിൻ്റെ ഒരു സവിശേഷത എന്നുള്ളത് സുബ്രഹ്മണ്യൻ, അതായത് മുരുകൻ വള്ളിയെ കല്യാണം കഴിച്ച സ്ഥലമാണ് കുമാരകോവിൽ. അപ്പോൾ കല്യാണ കോലത്തിൽ ദൈവങ്ങൾ മൂർത്തികളായി ഇരിക്കുന്ന അമ്പലങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിവാഹത്തിന് വളരെ വിശേഷമുള്ള ഒരു അമ്പലമാണ് കുമാരകോവിൽ. അപ്പോൾ ഈ സന്നിധാനത്ത് തന്നെ വന്ന് വിവാഹിതരാകാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും ഒരു അനുഗ്രഹമാണെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഒരുപാട് സംതൃപ്തിയുണ്ട്. അങ്ങനെ മഞ്ഞച്ചരടിനുള്ളിൽ മംഗല്യം കുഞ്ഞിച്ചിറ കണിഞ്ഞു. ശബരിനാഥിന്റെ വാമഭാഗമായി ദിവ്യ മാറിയിരിക്കുകയാണ്. മുരുകന്റെ അമ്പലത്തിൽ വെച്ചാണ് വിവാഹം മംഗളമായിട്ട് നടന്നത്. ഏതായാലും ഞങ്ങളുടെയും വിവാഹ ആശംസകൾ നേർന്നുകൊണ്ട് ക്യാമറമാൻ ഷാജിലേക്കൊപ്പം സുനിൽ അരുമാൻ. വർത്തമാനകാലത്ത് നമുക്ക് നേരെ തിരിച്ചുവെച്ച കണ്ണാടിയാണ് വിശ്വാസപൂർവ്വം മൻസൂർ എന്ന സിനിമയെന്ന് സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദ്. ചലച്ചിത്ര പ്രവർത്തകൻ എന്ന നിലയിൽ ചിത്രം ഏറെ സംതൃപ്തി നൽകിയെന്നും PT കുഞ്ഞുമുഹമ്മദ് പറഞ്ഞു.
പകർച്ചപ്പനിക്കെതിരെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി ഇടുക്കി ജില്ല. മന്ത്രി എം മണിയുടെയും MLA-മാരുടെയും DMOയുടെയും നേതൃത്വത്തിലാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. മറ്റ് ജില്ലകളുമായി താരതമ്യം ചെയ്യുമ്പോൾ മലയോര ജില്ലയായ ഇടുക്കിയിൽ മഴക്കാല രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർ കുറവാണ് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. എങ്കിലും കാര്യങ്ങൾ അത്ര ആശ്വാസകരമല്ല. കഴിഞ്ഞ ജനുവരി മുതൽ ഇതുവരെ പനി ഉൾപ്പെടെയുള്ള വർഷക്കാല രോഗങ്ങൾക്ക് ചികിത്സ തേടിയത് 43,360 പേരാണ്. ജില്ലയിൽ 5 പേരാണ് മരണപ്പെട്ടത്. 75 പേർക്ക് ഡെങ്കിപ്പനിയും 6 പേർക്ക് എലിപ്പനിയും 2 പേർക്ക് H1N1ഉം 4 പേർക്ക് മലേറിയയും സ്ഥിരീകരിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് എല്ലാ സഹായവും സർക്കാർ നൽകുമെന്ന് മന്ത്രി എം മണി പറഞ്ഞു. ഒരു പ്രശ്നമാകരുത് എന്നാണ് ഗവൺമെന്റിന്റെ സമീപനം. അതിലെല്ലാം ഉചിതമായ തീരുമാനങ്ങൾ നടപടികൾ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. MLA-മാരുടെയും മറ്റ് ജനപ്രതിനിധികളുടെയും ജില്ലാ മെഡിക്കൽ ഓഫീസർ TR രേഖയുടെയും നേതൃത്വത്തിൽ നിശ്ചിത സമയങ്ങളിൽ ആരോഗ്യ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ശരിക്കും പറഞ്ഞാൽ പനികൾ കുറവാണ്. ഇതിന് പ്രധാനമായിട്ടും കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇതൊരു പ്രീ മൺസൂൺ ആക്ടിവിറ്റീസ് നന്നായിട്ട് എല്ലാ വിഭാഗം ആൾക്കാരും കൂടെ ഉൾപ്പെട്ടുകൊണ്ട് ശുചീകരണ പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ തുടങ്ങിയിരുന്നു. ആശുപത്രികൾ കേന്ദ്രീകരിച്ച് പ്രത്യേക സെല്ലുകളും പ്രവർത്തിക്കുന്നുണ്ട്. മുൻകരുതലോടെയുള്ള ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമേ പകർച്ചവ്യാധികളിൽ നിന്ന് രക്ഷ നേടാൻ കഴിയുകയുള്ളൂ. അതിന് നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇടുക്കിയിൽ നിന്ന് ദിലീപ് ഗോപിക്കൊപ്പം സമീർ വഴങ്ങോട്.